ഫുട്ബോളിൽ ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിൾസ് കംപ്ലീറ്റ് ചെയ്ത പ്ലെയർ ആരാണ്? അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ടോപ്പ് 10 ലിസ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ 10ാം സ്ഥാനത്തുള്ളത് 2018 ലിയണൽ മെസ്സി ആണ് 10ാം സ്ഥാനത്തുള്ളത്. 231 ഡ്രിബിളുകളാണ് മെസ്സി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 2018 മെസ്സി റെക്കോർഡ് നേടിയിട്ടുള്ളത്. പിന്നെ 9ാം സ്ഥാനത്തുള്ളത് അൽഫോൺസോ ഡേവിസ് ആണ്. പുള്ളിക്കാരൻ 2021 232 ഡ്രിബിളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ 8ാം സ്ഥാനത്തുള്ളത് എഡൻ ഹസാർഡ് ആണ്. 2019 വർഷത്തിൽ 236 ഡ്രിബിൾസ് ആണ് നമ്മുടെ ഹസാർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 7ാം സ്ഥാനത്തുള്ളതും ലിയണൽ മെസ്സി ആണ്. 2020 246 തവണയാണ് മെസ്സി ഡ്രിബിൾ ചെയ്തിട്ടുള്ളത്. 6ാം സ്ഥാനത്തുള്ളതും ലിയണൽ മെസ്സി തന്നെയാണ്. 2021 253 ഡ്രിബിൾസ് ആണ് മെസ്സി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 5ാം സ്ഥാനത്തുള്ളത് ലിയണൽ മെസ്സി തന്നെയാണ്. 2019 255 ഡ്രിബിൾസ് ആണ് മെസ്സി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് അദമ ട്രയോറയാണ്. പുള്ളിക്കാരൻ 2018 255 ഡ്രിബിൾസ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് വീണ്ടും സാക്ഷാൽ ലിയണൽ മെസ്സി തന്നെയാണ്. 2017 260 ഡ്രിബിൾ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് ലാമിൻ യമാലാണ്. ഈ 2025 307 ഡ്രിബിൾ ആണ് ആ ഒരു വർഷം ലാമിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 1ാം സ്ഥാനത്തുള്ളത് ഫുട്ബോളിന്റെ സുൽത്താൻ നെയ്മർ ജൂനിയർ ആണ്. 2017 335 ഡ്രിബിൾ ആണ് ആ ഒരു വർഷം ചങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ മെസ്സിയേക്കാളും മുകളിലാണ് ഈ ഒരു ലിസ്റ്റിൽ നെയ്മർ ജൂനിയറും ലാമിൻ യമാലുമല്ല. പക്ഷെ ലാമിന്റെ കാര്യം വിടാം. ലാമിൻ ഒരു യങ് ഫുട്ബോളറാണ്, വളർന്നു വരുന്ന ഫുട്ബോളറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും നെയ്മർ ഈസ് ബെറ്റർ എന്ന ട്രിബിൾ ചോദിച്ചാൽ നമുക്ക് അല്ല എന്നാണ് മറുപടി. ഒരു കലണ്ടറിൽ ഈ ഒരു സ്റ്റാറ്റ്സ് വെച്ച് നോക്കി നെയ്മർ ഇസ് ബെറ്റർ, ബട്ട് മോർ കൺസിസ്റ്റന്റ് ആരാ നോക്കി അത് മെസ്സിയാണ്. കാരണം മെസ്സി ഇതിൽ 1, 2, 3, 4, 5 ഏകദേശം 5 വട്ടം മെസ്സി ഇത് ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് നെയ്മറിന്റെ 2017 ഒരു പ്രൈം കാലഘട്ടത്തെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലാമിൻ യമാൽ 2025 പ്രൈം ലാമിൻ യമാൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അൽഫോൺസോ ഡേവിസ് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സീസൺ 2021 അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ലിയണൽ മെസ്സി ഡ്രിബ്ലിംഗിൽ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിരുന്നു എന്നുള്ള കാര്യം, എത്ര വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ ഈ ഒരു ഫീൽഡിൽ കൺസിസ്റ്റന്റ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വേണ്ടി കാണാൻ പറ്റും. അതുപോലെ തന്നെ എഡൻ ഹസാർഡിന്റെ കാര്യം, എഡൻ ഹസാർഡിനെ നമ്മുടെ ആളുകൾക്കൊന്നും അത്ര വലിയ പരിചയമല്ല. കുറെ യങ് ആയിട്ടില്ല നമ്മൾ ഈ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്, അവർക്ക് അത്ര പരിചയമല്ല. ആ ഒരു 2017 ഹസാർഡ് എന്ന് പറയുമ്പോൾ 2017 സമയമൊക്കെ മെസ്സി റൊണാൾഡോ കഴിഞ്ഞ ആരൊക്കെ ബാലൻഡിയോർ അടിക്കുക എന്നുള്ള ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോ അന്ന് നമ്മൾ പറഞ്ഞ പേരായിരുന്നു ഹസാർഡിന്റെ പേര്, സാദിയോ മാനെ, നെയ്മർ ജൂനിയർ, ആന്റോയിൻ ഗ്രിസ്മാൻ തുടങ്ങിയ പേരുകളൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു എഡൻ ഹസാർഡ്. അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഡ്രിബ്ലിംഗ് കംപ്ലീറ്റ് ചെയ്ത താരങ്ങൾ ഇവരൊക്കെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.